എനിക്ക് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടി, സുന്ദരിയാണ്, നന്നായിട്ട് പാടും, ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ അതിനിപുണതയുണ്ട്. പക്ഷേ ഇവൾ പാടണമെങ്കിൽ ഒറ്റക്കായിരിക്കണം, ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കായിരിക്കണം. അത് സുന്ദരിയാണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ കല്യാണം കഴിക്കാൻ പോലും അവൾ സന്നദ്ധത കാണിക്കുന്നില്ല. ഇഷ്ടമില്ലഞ്ഞിട്ടല്ല, പേടിയാണ്. കാരണം എന്താണ്? കാരണം തിരിഞ്ഞു പോകുമ്പോൾ അമ്മയിൽ എത്തിച്ചേരും. അമ്മയ്ക്ക് ആൺകുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം. ചില അമ്മമാർക്ക് അങ്ങനെയാണ്, ആൺതരി വേണം എന്നൊരു ചിന്തയാണ്. ആദ്യത്തെ കുഞ്ഞ് ആണാകണമെന്ന് ആഗ്രഹിച്ചു, പെണ്ണായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞും ആണാകണമെന്ന് ആഗ്രഹിച്ചു, പെണ്ണായിപ്പോയി. മൂന്നാമത്തെ കുഞ്ഞും ആണാകണമെന്ന് ആഗ്രഹിച്ചു, പെണ്ണായിരുന്നു. ഇനി നാലാമത്തെ ശ്രമം, അവർ പറയുന്നു അവസാനത്തെ ശ്രമം. ആ ശ്രമത്തിൽ ജനിച്ച കുഞ്ഞ് പെണ്ണാണോ ആണാണോ? ലേബർ റൂമിൽ ആദ്യം തിരിയുന്നത് ഇത് പെണ്ണാണോ ആണാണോ എന്നാണ്. പെണ്ണാണെന്ന് മനസ്സിലായപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞത്രേ, എൻ്റെ ദൈവമേ ചതിച്ചല്ലോ എന്നവർ പറഞ്ഞത്രേ. ആ വാക്ക് ചെന്ന് മുഴങ്ങിയത് കുഞ്ഞിൻ്റെ ഉള്ളിലായിരിക്കാം. അതായത് സ്വന്തം അമ്മ, പെറ്റമ്മ കരഞ്ഞു പറയുകയാണ്, ദൈവം എന്നെ ചതിച്ചു, അപ്പോൾ ഞാൻ ജനിച്ചത് ദൈവത്തിൻ്റെ ചതി പോലെയായി മാറിപ്പോയി. ആ ചിന്തയിൽ ആ കുഞ്ഞിന് സെൽഫ് ഡൗട്ട് രൂപപ്പെടുകയാണ്. ഇനി ജീവിതകാലം മുഴുവൻ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് ആ കുഞ്ഞ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തപിച്ച്, പിന്നെ സ്വയം പഴിച്ച് തപിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടും. സെൽഫ് ഡൗട്ട് ഡിസോർഡറായി മാറുന്നത് അങ്ങനെയാണ്. അതൊരു ട്രാപ്പാണ്. ആ ഒരു ട്രാപ്പ് മാറ്റാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഫേസ് ഇറ്റ്. നിങ്ങളെ പീഡിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം.